ഇതിന് സംസ്കൃതത്തിൽ പ്ലീഹ ശത്രു എന്ന് പേരുണ്ട്. പ്ലീഹ വീക്കം തടയാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ലിവർ സിറോസിസ്, മഞ്ഞപ്പിത്തം ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂമോണിയ മൂലമുണ്ടാകുന്ന കഫക്കെട്ടിന് ഇത് വളരെ നല്ലതാണ്. പണ്ടൊക്കെ വിഷചികിത്സയ്ക്കായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. ദന്തരോഗങ്ങൾ തടയാനും പല്ലുവേദനയ്ക്കും കൊഴിഞ്ഞിൽ വളരെ നല്ലതാണ്. രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ വിരശല്യം ശമിപ്പിക്കാനും ഇതിന് കഴിയും. ഇതിൻ്റെ വിത്ത് അരച്ചു പുരട്ടിയാൽ ചൊറിച്ചിൽ മാറുമെന്നാണ് പറയുന്നത്. പൈൽസിൻ്റെ ചികിത്സയ്ക്കായിട്ടും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ധാരാളം നൈട്രജനും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെങ്ങിന് വളമായിട്ടൊക്കെ ഇത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കൊഴിഞ്ഞലിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ